ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1 ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ചില പേഷ്യൻസ് വരാറുണ്ട്. ബി.പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ബി.പി കൺട്രോൾ ആവുന്നില്ല. അതുപോലെ കാൽപാദത്ത്, അതുപോലെ മുഖത്തൊക്കെ നീരൊക്കെ ആയിട്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വൃക്കകൾക്കുള്ള രോഗങ്ങൾക്കുണ്ടാവാം. ഇന്ന് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുന്നത് വൃക്കരോഗങ്ങളുണ്ടെങ്കിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. നമ്മുടെ നട്ടലിനെ രണ്ട് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. 150 ഗ്രാം ഭാരമാണ് ഇതിനുള്ളത്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ മൂത്രത്തിലൂടെ പുറന്തള്ളലാണ് പ്രധാന ഫംഗ്ഷൻ. ഇതിനായിട്ട് ഒരു മിനിറ്റിൽ ഏകദേശം 1.25 ലിറ്റർ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു. അതായത് ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തത്തെ ഒരു തവണ ശുദ്ധീകരിക്കാനുള്ള കഴിവ് നമ്മുടെ വൃക്കകൾക്കുണ്ട്. ഈ മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിന് പുറമെ നമ്മുടെ ശരീരത്തിലെ ലവണങ്ങളെയും അല്ലെങ്കിൽ മറ്റ് ധാതുക്കളുടെ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഡി, നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ ബലം നൽകുന്ന വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോമിൽ എത്തിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ നമുക്ക് വൃക്കകളുടെ സഹായം ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ബി.പി കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷനും വൃക്കകൾ ചെയ്യുന്നുണ്ട്. ഈ വൃക്കകളുടെ പൂർണ്ണമായ സ്തംഭനം നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അക്യൂട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സ്തംഭനം. ഇത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം. പ്രധാനമായും ഇതിൽ അണുബാധകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അക്യൂട്ടായിട്ട് കിഡ്നി ഫെയിലിയർ വരിക. മെയിൻലി മലേറിയ അല്ലെങ്കിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ അസുഖങ്ങൾക്ക് ശേഷം നമുക്ക് കിഡ്നി ഫെയിലിയറുകൾ വരാം. അത് ഒരു താൽക്കാലികമാണ്, പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഇത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചികിത്സകളിലൂടെയൊക്കെ നമുക്ക് കിഡ്നിയെ പഴയ ഫംഗ്ഷനിലോട്ട് തിരിച്ചെത്തിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമതായി കാണുന്നതാണ് ക്രോണിക് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കിഡ്നി ഫെയിലിയറുകൾ. അതെന്തുകൊണ്ടൊക്കെ ഉണ്ടാവുന്നത് നോക്കാം. അണുബാധകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ജനിതകമായ മറ്റ് രോഗങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോൺ കിഡ്നിയിൽ ഉണ്ടാവുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ബി.പി, ഷുഗർ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്കും ക്രോണിക്കായിട്ട് നിന്ന് അത് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാം. ഇത് നമ്മൾ തുടക്കത്തിലൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് ചികിത്സിച്ചാൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസിലോടൊക്കെ പോവേണ്ടി വരുന്നുണ്ട്. ഇനി കിഡ്നിയുടെ രോഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അതിന് പ്രധാനമായി നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹീമോഗ്ലോബിൻ ലെവൽ നോക്കുമ്പോൾ കിഡ്നി കംപ്ലയിൻ്റ് ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് കാണാം. രണ്ടാമതായിട്ട് നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. അതിൽ യൂറിയയും ക്രിയാറ്റിനുമാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. യൂറിയയുടെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 5 to 20 ആണ്. അത് കിഡ്നി പേഷ്യൻസിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം. ക്രിയാറ്റിൻ്റെ ലെവൽ 0.6 to 1.2 ആണ്. ഒരു 1.5 മുകളിലെത്തുമ്പോൾ തൊട്ടേ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 2 മുകളിൽ പോവുകയാണെങ്കിൽ, 2 മുകളിൽ പോവുകയാണെങ്കിൽ സ്ഥിതി കുറച്ച് ഗുരുതരമാണ്. അപ്പോൾ കിഡ്നിക്ക് എന്തോ കംപ്ലയിൻസ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കിഡ്നി ഫെയിലിയറിന് പ്രധാനമായും 3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തേത് ബി.പി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്, രണ്ടാമത്തേത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്, മൂന്നാമത്തേത് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കിഡ്നി രോഗങ്ങളുള്ള കുടുംബങ്ങളിലുള്ളവർക്കും ഇത് കാണുന്നുണ്ട്. ഇനി നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഫെയിലിയറിലോട്ടൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ശരീരം പല ലക്ഷണങ്ങൾ കാണിക്കും. ഇതെന്തൊക്കെയാണ് ഈ അടയാളങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് അമിതമായ ക്ഷീണം. അമിതമായ ക്ഷീണം എന്ന് പറയുമ്പോൾ തന്നെ തളർച്ച, അമിതമായ കിതപ്പ്, അതുപോലെ തന്നെ തലവേദന, തലകറക്കം, അതുപോലെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു കണ്ടീഷൻ. ഇതിന് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ യൂറിയയുടെ അളവ് കൂടുതലായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ രക്തത്തിൽ HBയുടെ അളവ് കുറയുന്നത് കൊണ്ട് നമുക്ക് വിളർച്ച ഉണ്ടാകുന്നതായും കാണാം. ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് ഉറക്കക്കുറവ്. നമുക്ക് നല്ല ക്ഷീണം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടത്തില്ല, ഒരു മയക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ കൂർക്കം വലി ഉണ്ടാവുന്നതായി കാണാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾക്ക് നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസത്തിന് ഒരു മൂത്രത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നതായി കാണാം. ഇതിന് കാരണവും നമ്മുടെ രക്തത്തിൽ യൂറിയയുടെ അളവ് കൂടുതലായി നിൽക്കുന്നത് കൊണ്ടാണ്. മൂന്നാമത് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് സ്കിന്നിനുണ്ടാവുന്ന ചേഞ്ചസ്. സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു കോസ് ഒന്നും ഇല്ലാതെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരാം. പ്രധാനമായും നമ്മുടെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗത്താണ് ചൊറിച്ചിൽ കാണാറ്. ഇപ്പോൾ ഡയബറ്റീസും കൂടെ ഉള്ള കിഡ്നി പേഷ്യൻസിനാണെങ്കിൽ ഇതിൽ കാലിൻ്റെ ആ ഭാഗത്ത് കറുത്ത നിറം കൂടി കാണാം. ഇതിന് കാരണം മൂത്രത്തിലൂടെ നമ്മുടെ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും പുറന്തള്ളാതെ അത് നമ്മുടെ രക്തത്തിലായി തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചൊറിച്ചിലും അതുപോലെ ഈ കറുത്ത നിറമൊക്കെ കാണുന്നത്. നാലാമതായി ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി. പക്ഷേ നമുക്ക് മൂത്രം ഒഴിക്കാനൊക്കെ പോയി ഇരുന്നാലും മൂത്രം പോകത്തില്ല. ആ ഒരു ടെൻഡൻസി മാത്രമേ കാണിക്കുള്ളൂ. ഇത് കൂടുതലായും കാണുന്നത് രാത്രി സമയത്താണ്.
അഞ്ചാമതായി കാണുന്ന ഒരു ഫീച്ചറാണ് മൂത്രത്തിൽ കലക്കലായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ മൂത്രത്തിൽ ബ്ലഡ് കൂടി മിക്സ് ചെയ്തിട്ട് പോകും. ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബ്ലഡ് പോകും, അത് കഴിഞ്ഞിട്ടായിരിക്കും മൂത്രം പോകുന്നത്. അല്ലെങ്കിൽ ഒരു കലങ്ങിയ സ്റ്റേറ്റിലായിരിക്കും കാണുക. നമ്മൾ ചെളി വെള്ളത്തിൽ കുഴച്ച പോലെ ഒരു കലങ്ങിയ അവസ്ഥയിൽ ആണ് യൂറിൻ പോവാറ്. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ഇതൊരു കലക്കലായി തന്നെ തുടരുന്നെങ്കിൽ അതെന്തെങ്കിലും ഒരു കിഡ്നി ഡിസീസ് ഉള്ളവരിലാണ് കൂടുതലായും കാണുന്നത്. ആറാമതായി കാണുന്ന ഒരു ഫീച്ചറാണ് മൂത്രത്തിൽ പതയായിട്ട് കാണുന്നത്. അത് നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ എടുത്ത് അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കുമിള പോലെ പറ്റി പിടിച്ചിരിക്കുന്നില്ലേ, ആ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ മൂത്രം പോകുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ കുമിളകളൊന്നും പൊട്ടാതെ പതയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കിഡ്നി ഡിസീസിനുള്ള ഒരു അടയാളമായിട്ട് കാണുന്നു. ഇനി ഏഴാമതായി ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പഫിനെസ് എന്ന് പറയും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ കിഡ്നി വഴി പുറന്തള്ളുകയും അതിന് പകരം പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് രക്തത്തിൽ അടിയുന്നതും കൊണ്ടാണ്. നമ്മൾ കിഡ്നി വഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മസിലുകളിലുള്ള പ്രോട്ടീനും അവ പുറന്തള്ളുന്നു. അപ്പോൾ നമ്മുടെ മസിൽസൊക്കെ കുറച്ചുകൂടെ വീക്കാവും. അതുപോലെ കിഡ്നി പേഷ്യൻസൊക്കെ ഇങ്ങനെ മെലിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എട്ടാമതായിട്ട് ശരീരം കാണിക്കുന്ന ഒരു ഫീച്ചറാണ് കാൽപാദത്തിലൊക്കെ നീരുണ്ടാവുന്നത്. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ എന്തെങ്കിലും ഡിസീസസ് വന്ന് കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത്ര രീതിയിൽ ബ്ലഡൊക്കെ ഒന്നും പ്യൂരിഫൈ ചെയ്യാതെ പോകും. അപ്പോൾ ഈ ഫ്ലൂയിഡ് എല്ലാം കൂടി റിട്ടെയിൻ ചെയ്യുന്നതുകൊണ്ട് ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് കാൽപാദത്തിന് നീര് വരിക. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാലിലൊക്കെ നീര് വരാം. ചില സന്ധിവാതങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ വരാം. പക്ഷേ ഈ നീരും നമ്മുടെ കിഡ്നി ഡിസീസിനുള്ള നീരും രണ്ടും രണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ കാല് തൂക്കിയിടുമ്പോഴേക്കും ഈ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നീര് പെട്ടെന്ന് വരുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ കാല് പൊക്കി വെച്ചതുകൊണ്ട് ഈ നീര് പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഇത് തന്നെ വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഇത് കിഡ്നി ഡിസീസസ് കൊണ്ടാണോ അതോ മറ്റ് സന്ധി രോഗങ്ങൾ കൊണ്ടാണോ ഉണ്ടാവുന്നതെന്ന്. ഒമ്പതാമതായി ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ. നമ്മൾ എത്ര പട്ടിണി കിടന്നാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു വിശപ്പൊന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ മറ്റു ചിലർക്കാണെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേക്കും ഓക്കാനവും ഉണ്ടാവും. ഇതിന് കാരണവും നമുക്ക് ശരീരത്തിലെ യൂറിയയുടെ അളവ് കൂടുമ്പോൾ അത് കിഡ്നിക്ക് മുകളിൽ കരളിനെയും ബാധിക്കുന്നു. അതുവഴിയാണ് നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവാനുള്ളൊരു കാരണം. ഇനി അവസാനത്തെ ലക്ഷണമാണ് മസിൽ ക്രാംസ്, അല്ലെങ്കിൽ മസിൽസിൻ്റെ കോച്ചിപ്പിടുത്തം. ഇതിന് കാരണം നമ്മുടെ കിഡ്നി വഴി കാൽസ്യത്തിന് കൂടുതലായിട്ട് പുറന്തള്ളുകയും അതുപോലെ പൊട്ടാസ്യം രക്തത്തിൽ കൂടുന്നതും കൊണ്ടാണ് നമുക്ക് കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാവുന്നത്. ഈ മുകളിൽ പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ 3 മുതൽ 4 ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് ഒരു രോഗിയിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമ്മൾ യൂറിനും അതുപോലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കിഡ്നി ഡിസീസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനിയിപ്പോൾ BP അല്ലെങ്കിൽ ഷുഗറോ ഒക്കെയുള്ള രോഗികൾ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ കിഡ്നി ഡിസീസ് ഉള്ളവരാണെങ്കിൽ ഇതിലൊരു 2 ലക്ഷണങ്ങൾ കുറച്ച് കാലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഫിസിഷ്യനെ കാണേണ്ടതാണ്. ഇനി ഈ മുകളിൽ പറഞ്ഞ 10 ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ശരീരം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകണം എന്നാണ് അർത്ഥം. അപ്പം എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതാണ് ധാരാളം വെള്ളം കുടിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക. അതായത് ഒരു 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഇപ്പോൾ കിഡ്നി ഡിസീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഡയാലിസിസിലോട്ടൊന്നും എത്തിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവും മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവും തമ്മിൽ ഒരു അനുപാതമുണ്ട്. അവരൊഴിക്കുന്ന മൂത്രത്തിൽ നിന്നിൻ്റെ കൂടെ ഒരു 600 മില്ലി കൂടി കൂട്ടിയിട്ട് വേണം അവർ വെള്ളം കുടിക്കാൻ. ഇപ്പം 2 ലിറ്ററാണ് ഒരാൾ ഒഴിക്കുന്ന മൂത്രമെങ്കിൽ അവർ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് 2600 മില്ലി ലിറ്ററാണ്. രണ്ടാമതായിട്ട് പുകവലി പൂർണ്ണമായി നിർത്തുക. അതിന് ഒന്നാമത്തെ പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുകവലി ഉള്ളവരിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ഓക്സിജൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണാം. രണ്ടാമതായിട്ട് പുകവലി മൂലം ഉണ്ടാകുന്ന കെമിക്കൽസ് നമ്മുടെ രക്തക്കൊള്ളുകൾ അടിയുകയും അത് നമ്മുടെ ചെറിയ രക്തക്കൊള്ളുകൾക്ക് നാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ വൃക്കകൾക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുകവലി ഉള്ളവരിലാണ് കൂടുതലായിട്ടും ഇപ്പോൾ കിഡ്നി ക്യാൻസേഴ്സും അല്ലെങ്കിൽ മറ്റ് ഗ്രോത്തുകളും കിഡ്നിയിൽ ഉണ്ടാകുന്നത് കൂടുതലായി കാണുന്നത് പുകവലി ഉള്ളവരിലാണ്. മൂന്നാമതായിട്ട് മദ്യപാനവും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ പൂർണ്ണമായി നിർത്തുക. ഈ മദ്യപാനം ഒക്കെ ഉള്ളവരിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അതായത് നമ്മുടെ ധാതുക്കളുടെയും ലവണങ്ങളുടെയൊക്കെ ബാലൻസ് പ്രോപ്പറായിട്ട് കാണില്ല. അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള വെള്ളം ഈ മദ്യപാനികളിൽ കുറവായിട്ട് കാണാം. അവർക്ക് ഡീഹൈഡ്രേഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നാലാമതായിട്ട് അമിതവണ്ണം, ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അമിതവണ്ണമുള്ളവർക്കൊക്കെ വൃക്കയിലിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഓവർലോഡ് അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണ്. അത് നമ്മുടെ വൃക്കകൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും
കഴിയുന്നൊരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ, രാവിലെ എണീറ്റ് നിരപ്പായ സ്ഥലത്തൂടെ നടക്കുക, അതായത് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. ഇത് നമ്മുടെ ശരീരം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാം, ബിപിയും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ട് നടത്താനും വ്യായാമത്തിന് സഹായിക്കും. ഇനി ആറാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമുക്ക് BP ഉണ്ടെങ്കിൽ, അതായത് രക്തസമ്മർദ്ദമോ അതുപോലെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കൃത്യസമയം തന്നെ മെഡിസിൻ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുവഴി നമുക്കൊരു പരിധി വരെ കിഡ്നി ഡിസീസിലോടൊന്നും എത്താതെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ചിലരൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ വേദനകളോ ഒക്കെ വരുമ്പോൾ തന്നെ ഡോക്ടറെ ഒന്നും കാണാതെ സ്വന്തമായിട്ട് മെഡിസിൻസ്, അതായത് പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുന്നവരിൽ കിഡ്നി ഡിസീസസ് കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സ്വന്തം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ എപ്പോഴും കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഫുഡിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം നോക്കാം. നമ്മൾ നോർമലി ഹെൽത്തി ആയിരിക്കുമ്പോൾ കഴിക്കുന്ന ഒരു ഫുഡിൽ 4/1 ഭാഗം മാത്രമേ നമുക്കിപ്പോൾ ഒരു കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ, നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 1 കിലോ ആണ് നമ്മുടെ ബോഡി വെയിറ്റെങ്കിൽ അതിനനുസരിച്ച് 1 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. അതായത് 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം 80 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണ് നോർമലി പറയാറ്. പക്ഷേ ഒരു കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ 1 കിലോ ബോഡി വെയ്റ്റിന് 0.8 ഗ്രാം മാത്രമേ പ്രോട്ടീൻ കഴിക്കാവൂ. അതായത് ഒരു 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 40 ഗ്രാം പ്രോട്ടീൻ മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. പ്രോട്ടീൻ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ റെഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കുക. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി, താറാവിറച്ചി ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. അതിന് പകരം വെജിറ്റബിൾ പ്രോട്ടീൻസ് കൂടുതലായി കഴിക്കുക. വെജിറ്റബിൾ പ്രോട്ടീൻസിൽ വരുന്നതാണ് പനീർ, കൂണ്, പയർ, കടല, പരിപ്പ് തുടങ്ങിയ ധാന്യങ്ങളും. രണ്ടാമതായിട്ട് നമ്മൾ കൊഴുപ്പ് കഴിക്കേണ്ട അളവാണെങ്കിൽ, കൊഴുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാറ്റ്, അത് നമുക്ക് പല രീതിയിൽ കിട്ടും. നമുക്ക് മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് കിട്ടാം, മീൻ കഴിക്കുന്ന വഴി കിട്ടാം, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, നെയ്യ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കൊഴുപ്പ് കിട്ടും. ഒരു ദിവസം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു 50 ഗ്രാം മാത്രമേ കൊഴുപ്പ് കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഒരു കിഡ്നി ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ ഒരു ദിവസം കൺസീവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ലവണങ്ങൾ എന്ന് പറയുമ്പോൾ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? കൂടുതലായിട്ടും ഈ ലവണങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ പച്ചക്കറികളിലാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ അതാദ്യം വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ലീച്ചിങ് എന്നാണ് പറയുക. ഇപ്പോൾ ഇലക്കറികളിലാണെങ്കിൽ കോളിഫ്ലവർ, ബ്രക്കോളി, ക്യാബേജ് ഇതൊക്കെ വൈറ്റമിൻ സി നിറഞ്ഞതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് വേവിച്ച് ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം കഴിക്കാനെന്ന് ശ്രദ്ധിക്കുക. പൊതുവെ എല്ലാ രോഗങ്ങൾക്കും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കൂടുതലായിട്ട് കഴിക്കാൻ പറയുക. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കരുത്. കാരണം ഫ്രൂട്ട്സിലൊക്കെ കൂടുതലും പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പൊട്ടാസ്യം കൂടുതൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി ഡിസീസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയേ ഉള്ളൂ. അപ്പോൾ പൊട്ടാസ്യം കുറഞ്ഞുള്ള ഫ്രൂട്ട്സാണ് ആപ്പിള്, പൈനാപ്പിൾ, അതുപോലെ തന്നെ ബെറി. ഇതിലൊക്കെ പൊട്ടാസ്യം വളരെ കുറവാണ്. ഇതൊക്കെ കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പേരയ്ക്ക പൊട്ടാസ്യം കുറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇനി പൊട്ടാസ്യം കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ഫ്രൂട്ട്സുകളാണ് മാതളം, അതുപോലെ ഓറഞ്ച്, ഏത്തപ്പഴം, അതുപോലെ കരിക്കിലും പൊട്ടാസ്യം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. കരിക്കൊക്കെ കിഡ്നി പേഷ്യൻസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഏത്തപ്പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പുഴുങ്ങി കഴിക്കുമ്പോൾ പൊട്ടാസ്യം ഒരുപാട് വെള്ളത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കിഡ്നി ഡിസീസ് ഉള്ളവർ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ബെറ്റർ. ഇനി ഉപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ കിഡ്നി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 4 ഗ്രാമിൽ കുറവ് ഉപ്പ് മാത്രമേ ഒരു ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും കിഡ്നി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പിടാതെ പാചകം ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ മാറ്റി വെച്ച് അതിൽ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉപ്പിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മൾ സയൻസും അല്ലെങ്കിൽ മെത്തേഡ്സൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും കിഡ്നിയെ പോലെ തന്നെ ഏറ്റവും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മാലിന്യങ്ങൾ പോലും പുറന്തള്ളാൻ പറ്റുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു മെഷീനും ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഡയാലിസിസ് മെഷീൻസും ഒക്കെ ഉണ്ടെങ്കിലും അതും ഒരു കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഡയറ്റും അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമ്മളെ ജീവിതശൈലികളിലൊക്കെ മാറ്റം വരുത്തിയാലും അല്ലെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുന്നത് വഴി ഒരു പരിധി വരെയൊക്കെ നമുക്ക് കിഡ്നി ഡിസീസസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ കിഡ്നി രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സയും ഹോമിയോപ്പതിയിലൂടെ ലഭ്യമാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.